നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരിമം വാർഡിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ GS ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് BJP കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു. പാർട്ടിയുടെ തീരുമാനം അപ്രതീക്ഷിതമാണ് എന്നും വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആശാനാഥിന്റെ പ്രതികരണം. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗത്തിൽ വച്ചാണ് തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിതെന്നും ആശാനാഥിന്റെ പ്രതികരണം. ആത്മാഭിമാനത്തോടെ BJP പ്രഖ്യാപനത്തെ കാണുന്നുവെന്നായിരുന്നു തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം മാധ്യമങ്ങളോട്. വികസന അനന്തപുരിക്കായി താൻ പരിശ്രമിക്കുമെന്നും കോർപ്പറേഷനെ അടിമുടി മാറ്റിയെടുക്കുമെന്നും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയറായി നിയമിച്ചതിലെന്നും ആശാനാഥ് പ്രതികരിച്ചു. കൗൺസിലർ യോഗത്തിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും ആശാനാഥ് പറഞ്ഞു. നവമാധ്യമ പിന്തുണ ജനസേവനത്തിന് ഉപയോഗിക്കും. നല്ല പിന്തുണ തനിക്ക് കിട്ടുന്നുണ്ട് എന്നും ആശാനാഥ് പ്രതികരിച്ചു. മാത്രമല്ല, മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം ആശാനാഥ് ഉന്നയിച്ചു. മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ വൻ പരാജയമായിരുന്നുവെന്നും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ആശാനാഥിന്റെ പ്രതികരണം. മേയർ എന്ന രീതിയിൽ ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞൊരു മേയർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല. കൗൺസിലർമാർ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷവും ആര്യ തികഞ്ഞ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇത്രയും വോട്ട് നേടാനായതെന്നും ആശാനാഥ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം, തെരുവുനായ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആദ്യം നടപ്പിലാക്കും. ഇതിനുള്ള പരിഹാരം ബാക്കി വിഷയങ്ങൾ പാർട്ടിയുമായി ചേർന്ന് നടപ്പിലാക്കും. സ്ത്രീകൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും പ്രാധാന്യം നൽകും. പദ്ധതികൾ ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കും. പാർട്ടി ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നും ആശാനാഥ് കൂട്ടിച്ചേർത്തു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി തീരുമാനം അനുസരിച്ചാണെന്നും ആ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും VV രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോർപ്പറേഷനിലെ BJPയുടെ വിജയം സാധാരണ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണിത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ തങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഉറപ്പ്. തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും സാമ്പത്തികമായും മറ്റു വിധത്തിലും പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശ്രദ്ധേയാണ് ആശാനാഥ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ BJP നടത്തിയ പോരാട്ടത്തിലെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആശാനാഥ്. അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പാപ്പനംകോട് വാർഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന ബിരുദധാരിയായ പെൺകുട്ടിയായിരുന്നു. 8 വർഷങ്ങൾക്ക് ഇപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു എന്നത് വലിയൊരു വിജയഗാഥ അല്ലെങ്കിൽ വിജയഭേരി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നേട്ടം തന്നെയാണ്. 2015 വിജയിച്ച BJP നേതാവ് കരിമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആശാനാഥ് കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് തുടങ്ങിയ ജനപിന്തുണ 2020 ഇത്തവണ കരിമം വാർഡ് നിലവിൽ വന്നപ്പോഴും ഒട്ടും ചോരാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ ആശാനാഥിന് സാധിച്ചു എന്നതും ശ്രദ്ധേയം. 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടെ ഡെപ്യൂട്ടി മേയർ കസേരയും ഈ യുവ നേതാവിനെ തേടിയെത്തി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ BJP നടത്തിയ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യം. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക വൃന്ദമുള്ള വ്യക്തി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് 30,000-ലധികം വോട്ടുകൾ നേടി തന്റെ രാഷ്ട്രീയ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട്. ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നു വന്നെങ്കിലും രാഷ്ട്രീയ അനുഭവ പരിചയവും ജനകീയതയും പരിഗണിച്ച് പാർട്ടിയുടെ ആശയും സുപ്രധാന പദവിയിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടിയത്. അതിൽ തീരുമാനം തീർത്ത് അപ്രതീക്ഷിതമെന്നായിരുന്നു ആശാനാഥിന്റെ ആദ്യ പ്രതികരണം. കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചായിരുന്നു താൻ ഈ വിവരം അറിഞ്ഞതെന്നും പാർട്ടി ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്തം ജനങ്ങൾക്കിടയിൽ ഒരാളായി നിന്ന് വികസന പ്രവർത്തനങ്ങളുടെ നിറവേറ്റുമെന്നും അവർ പറഞ്ഞു. എന്തായാലും ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ ആശാനാഥിന്റെ പ്രവർത്തനങ്ങൾ ഉറ്റുനോക്കുകയാണ് അനന്തപുരി. അതേസമയം വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായ വാർഡിൽ നിന്നുള്ള VV രാജേഷിനെ മേയർ ആക്കുന്നതിലൂടെയും നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡിൽ നിന്നുള്ള ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ ആക്കുന്നതിലൂടെയും ഈ 2 A ക്ലാസ് മണ്ഡലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്ത് BJPയുടെ പുതിയ ഭരണസമിതി അധികാരമേൽക്കും. ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷും എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയം. വ്യാഴാഴ്ചയായിരുന്നു കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെ BJP പ്രഖ്യാപിച്ചത്. കോർപ്പറേഷനിലെ BJPയുടെ മിന്നും ചെയ്തതിന് പിന്നാലെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പ്രധാന പേരുകളിലൊന്ന് VV രാജേഷിൻ്റെതായിരുന്നു. റിട്ടയർഡ് IPSകാരിയായ ശ്രീലേഖയുടെ പേരാണ് രാജേഷിനൊപ്പം സജീവ പരിഗണനയിലുണ്ടായിരുന്നത്. അവസാന നിമിഷം രാജേഷിനെ പാർട്ടി നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു.
BJP കേന്ദ്ര നേതൃത്വത്തിന്റെ RSSന്റെ ഇടപെടലാണ് രാജേഷിനെ തുണച്ചത്. RSSന്റെ പൂർണ്ണ പിന്തുണ രാജേഷിനായിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹ്യ പ്രവർത്തന പരിചയവും പാർട്ടിയിലെ നേതൃപദവിയും അനുകൂല ഘടകങ്ങളായി മാറി. ABVP-യിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ VV രാജേഷ് തിരുവനന്തപുരം വഞ്ചിയൂർ നിവാസിയാണ്. LLB ബിരുദധാരിയായ അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായും BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ BJP സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് രണ്ടാം തവണയാണ് VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2015-ൽ പൂജപ്പുര വാർഡിൽ നിന്ന് അദ്ദേഹം കോർപ്പറേഷൻ കൗൺസിലറായി. ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ 515 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയം. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും മത്സരിച്ചു. വട്ടിയൂർക്കാവിൽ ശക്തമായ മത്സരത്തിൽ VV രാജേഷ് രണ്ടാമതെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് BJP വനിതാ നേതാക്കളിൽ സുപരിചിത മുഖമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന GS ആശാനാഥ്. തുടർച്ചയായ മൂന്നാം തവണയാണ് ആശാനാഥ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2015-ലും 2020-ലും പാപ്പനംകോട് വാർഡിൽ നിന്നാണ് ആശാനാഥ് കോർപ്പറേഷൻ കൗൺസിലറായത്. ഇത്തവണ കരിമ്പ വാർഡിൽ നിന്ന് 1081 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായും മത്സരിച്ചിരുന്നു. നിലവിൽ BJP സിറ്റി ജില്ലാ സെക്രട്ടറിയാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് R ശ്രീലേഖയെ BJP നേതൃത്വം തഴഞ്ഞത് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അതായത് അതൃപ്തിയുണ്ട് ശ്രീലേഖയ്ക്ക് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായും GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായും മത്സരിക്കുമ്പോൾ അവസാനം വരെ ഉയർന്നു കേട്ടിരുന്ന ആ പേര് പെട്ടെന്ന് അപ്രസക്തമായപ്പോൾ അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ നിലവിലുള്ള രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശ്രീലേഖയെ വേദിയിലിരുത്തിയായിരുന്നു പ്രഖ്യാപനം. ആശാനാഥിനെ R ശ്രീലേഖ അഭിനന്ദിച്ചു. മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ BJP-യിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടന്നത്. R ശ്രീലേഖ മേയറാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ അപ്രസക്തമായിരിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം എതിർപ്പുയർത്തി ശ്രീലേഖയ്ക്കെതിരെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തടയലുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളുടെ അനുനയ ശ്രമത്തിനൊടുവിൽ R ശ്രീലേഖ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ യോഗത്തിനെത്തിയിരുന്നു. ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ വീട്ടിലെത്തിക്കൊണ്ടാണ് അനുനയ ശ്രമങ്ങൾ നടത്തിയത്. പ്രഖ്യാപനം വരും വരെ പരസ്യ പ്രതികരണം ഉണ്ടാവരുതെന്നായിരുന്നു ശ്രീലേഖയുടെ ഏവരും അഭ്യർത്ഥിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.